കൃഷ്ണമ്മയെയും നയോമിയെയും വീട്ടിലെത്തിച്ച ശേഷം അഷ്ടമൂർത്തി തിരിച്ചു പോകാനിറങ്ങി. നയോമി അയാളോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞ് തീർക്കണ്ട, അതുടനെ തീരില്ല. അഷ്ടമൂർത്തി ചെറുചിരിയോടെ പറഞ്ഞു. ഞാൻ നാളെ വരാം. നാളെ എന്താണ്? നമുക്ക് ഏന്തയ്യാർ വരെ ഒന്ന് പോകാം. ഒരു പ്ലഷർ ടിപ്പായിട്ട് കരുതിയാൽ മതി. ഇപ്പോഴത്തെ തലവേദനകളെല്ലാം മാറ്റിവെച്ചിട്ട് ഇത്തിരി ഫ്രഷ് എയർ ശ്വസിക്കാൻ വേണ്ടി പോകണോ? അത്ര തന്നെ. അതിന് ഏന്തയ്യാർ വരെ പോകണോ? അവിടെയാണ് നിന്റെ സഹോദരി താമസിച്ചിരുന്നത്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ? നയോമി താല്പര്യമില്ലായ്മ പ്രകടമാക്കി. നിന്റെ കൂടപ്പിറപ്പ് താമസിച്ച സ്ഥലം കാണാൻ നിനക്ക് എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത്? അവളെ സ്നേഹിച്ചവരെയും വളർത്തിയവരെയും അവളുടെ ഫ്രണ്ട്സിനെയും നിനക്ക് കാണണ്ടേ? പക്ഷെ അങ്കിളെ, എനിക്ക് അത്തരം കാര്യങ്ങളെപ്പറ്റി ഓർമ്മയില്ലല്ലോ. അടിത്തറയും തൂണുകളും ഭിത്തികളും ഒന്നുമില്ലാത്ത വായുവിൽ പൊങ്ങി നിൽക്കുന്ന ഒരു മേൽക്കൂര പോലെയാണ് ഞാനിപ്പോൾ. നമ്മുടെ എല്ലാ ബന്ധുക്കളുടെയും അടിസ്ഥാനം ഓർമ്മയല്ലേ? നമ്മളൊരു കാലം പാടെ മറന്നുപോയിട്ട് ആ കാലത്ത് ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അൽഷിമേഴ്സ് ബാധിച്ച രോഗിയോട് നിങ്ങൾ മന്ത്രിയായിരുന്നെന്നോ മഹാരാജാവായിരുന്നെന്നോ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകുമോ? എന്തു മന്ത്രി, എന്തു മഹാരാജാവ് എന്നുവെച്ചാൽ എന്താണ്? കല്ലാണോ കരടാണോ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ എന്തായാലും രാവിലെ വരും. ബാക്കി കാര്യം അപ്പോൾ നിശ്ചയിക്കാം. അഷ്ടമൂർത്തി പോയി. നയോമി അനിലിൻ്റെ മുറിയിൽ ചെന്നിരുന്നു സംഭവിച്ചതെല്ലാം അയാളെയും സൗദാമിനി അമ്മയെയും വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, പിണക്കിയ നമുക്കല്ലേ ദോഷം? സൗദാമിനിയമ്മ സംശയം പ്രകടിപ്പിച്ചു. പ്രതികരിക്കേണ്ടെന്നാണോ അമ്മ പറയുന്നത്? കാറിൻ്റെ മുകളിൽ കയറിയതൊക്കെ കടന്നു പോയില്ലേ? അല്ലാതെ ഞാനെങ്ങനെ മീഡിയക്കാരോട് സംസാരിക്കും? പോലീസ് അവരെ തടഞ്ഞു, ക്യാമറയൊക്കെ തട്ടിത്തെറിപ്പിച്ചു. പിന്നെ എനിക്ക് അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. നമ്മൾ എത്ര തൻ്റെ ഇടം കാണിച്ചാലും ഒടുക്കം ജയിക്കുന്നത് അവരായിരിക്കും എന്നുവെച്ച് നമ്മളവരുടെ തോന്നിയസ്ഥന് നിന്ന് കൊടുക്കണോ? കുറച്ചുകൂടെ നയത്തിലും മയത്തിലും ആകാമായിരുന്നു. നയോ മയോ ഒക്കെ പ്രയോഗിച്ചു നോക്കിയതാ. അപ്പോൾ അവർക്കൊരു പുച്ഛം. ഞാൻ കൊണ്ടുവന്ന നടിയല്ലേ, ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കും, എന്തും സഹിച്ചോളും എന്നൊക്കെ. ഇനിയിപ്പോൾ നീ സിനിമ നോക്കണ്ട, അനിൽ ബാബു പറഞ്ഞു. വേണ്ട, നോക്കുന്നില്ല. നയോമിക്ക് അതിൽ അശേഷം മനപ്രയാസമില്ല. അതിനുവേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒടുവിലിത് ഇങ്ങനെയുമായി. ഒരു പക്ഷേ ഞാൻ പഴയ നയോമി ആയിരുന്നെങ്കിൽ അവരോടെല്ലാം ഒത്തുപോയേനെ. പക്ഷേ എൻ്റെ സ്വഭാവം ഇങ്ങനെ മാറിപ്പോയില്ലേ? അത് തെറ്റാണോ? പഴയ നയോമി ആയിരുന്നോ ശരി? അവളായിരുന്നോ കൂടുതൽ നല്ല സ്വഭാവം ഉണ്ടായിരുന്നവൾ? അല്ലല്ല, നിന്റെ ഇപ്പോഴത്തെ സ്വഭാവരീതി തന്നെയാണ് നല്ലത്, സൗദാമിനിയമ്മ തിടുക്കപ്പെട്ടു പറഞ്ഞു. എന്തെല്ലാം നല്ല കാര്യങ്ങൾ നീ ചെയ്തു, ഇനിയും ചെയ്യാനിരിക്കുന്നു, അനിൽ ബാബു കൂട്ടിച്ചേർത്തു. എനിക്ക് അത്രയും മതി, നയോമി പറഞ്ഞു. ഇനി ഞാൻ പോയി കിടന്നോട്ടെ? ശരി, പോയിക്കോ. നാളെ ഷൂട്ടുണ്ടോ? ഇല്ലല്ലോ, അനിൽ ബാബു ചോദിച്ചു. നാളെയല്ല, മഹീന്ദ്ര സാറിന് കൊടുത്തിരിക്കുന്ന ഡേറ്റുകളാണ് നാളെയും മറ്റന്നാളുമൊക്കെ. ഇനി അവർ കോംപ്രമൈസിന് വന്നാലേ ഷൂട്ടിംഗ് നടക്കൂ. അതിന് ഞാൻ വെച്ച ഉപാധി മഹീന്ദ്ര സാർ പരസ്യമായിട്ട് മാപ്പ് പറയണമെന്നാണ്. കേസാവുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ലൊക്കേഷനിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞ് കോംപ്രമൈസ് ആകാൻ എളുപ്പമായിരുന്നു. ഇനി പരസ്യമായിട്ട് പറയേണ്ടി വരും. അതും മീഡിയക്കാർക്ക് ആഘോഷിക്കാനുള്ള വകയാകും. അത്രയും പറഞ്ഞ് നയോമി ഉറങ്ങാൻ പോയി. അവൾ മുറിയിൽ കയറി വാതിലടച്ചു കഴിഞ്ഞപ്പോൾ സൗദാമിനിയമ്മ മകനോട് പറഞ്ഞു. എല്ലാം മാറി മറിഞ്ഞ പോലെ തോന്നുന്നു. മുമ്പ് നയോമിക്ക് ചീത്ത കാര്യങ്ങൾക്കുള്ള തൻ്റെ ഇടം കൂടുതലായിരുന്നു. ഇപ്പോൾ നല്ല കാര്യങ്ങൾക്ക് തൻ്റെ ഇടം കൂടുതൽ കാണിക്കുന്നു. ഏതും ആവശ്യത്തിലധികമാകുന്നത് നല്ലതല്ലല്ലോ. എനിക്കതല്ല അതിശയം. മിന്നുമോളെ പറ്റി അവൾക്ക് ഒരു ഉത്കണ്ഠയുമില്ല. അവൾ ഉറങ്ങിയോ, വല്ലതും കഴിച്ചിരുന്നോ, അവൾ അമ്മയെ വിളിച്ച് കരഞ്ഞോ? ഇതൊക്കെ ഒരമ്മയുടെ വേവലാതികളല്ലേ? ഇതൊന്നും അവൾക്കില്ല. എല്ലാറ്റിനും ഒരു കാരണം പറയാനുണ്ടല്ലോ, മറവി. സൗദാമിനിയമ്മ മകൻ്റെ മുറിയിലെ ചെറുക്കട്ടിലിൽ ഉറങ്ങുന്ന മിന്നുമോളെ നോക്കി. പിന്നെ അവളുടെ അരികെ ചെന്ന് കിടന്നു. പിറ്റേന്ന് രാവിലെ സൗദാമിനിയമ്മ ആരും ഉണരുന്നതിന് മുമ്പ് തന്നെ സിറ്റൗട്ടിൽ ചെന്ന് ന്യൂസ് പേപ്പർ എടുത്തു. ഫ്രണ്ട് പേജിൽ തന്നെ അവർ വാർത്ത കണ്ടു. നയോമിയുടെ ചിത്രവും സംവിധായകൻ നടിയെ അപമാനിച്ചു എന്ന 3 കോളം വാർത്തയും. സംഭവങ്ങളുടെ വിശദ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപേജുകളിലായിരുന്നു. പോലീസ് ഊർജിതമായി കേസ് അന്വേഷിക്കുകയാണെന്നും കുറ്റവാളികൾ എത്ര വലിയവരായാലും ശരി ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും ജില്ലാ പോലീസ് മേധാവികൾ. മന്ത്രി സംഭവത്തെക്കുറിച്ച് രാവിലെ അറിഞ്ഞതേയുള്ളൂ. വിശദാംശങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയ ശേഷം പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. സിനിമാ ലോകത്തുള്ള പ്രതികരണങ്ങൾ ഇതുവരെ പാകമായിട്ടില്ല. സിനിമക്കാർ 3 തരമുണ്ട്. 1ാം നിര, 2ാം നിര, 3ാം നിര. ഇതിൽ 3ാം നിരക്കാർ പ്രതികരിച്ചാലും ഇല്ലെങ്കിലും മാധ്യമക്കാർ വലിയ വില കൊടുക്കാറില്ല. 2ാം നിരക്കാർ വലിയ ആവേശത്തോടുകൂടി പ്രതികരിക്കും. അത് മാധ്യമങ്ങൾ മുഖവിലയ്ക്കെടുക്കും. ആദ്യ പ്രതികരണത്തിന് ശേഷം 2ാം നിരക്കാർ തലവലിക്കും. അവശേഷിക്കുന്നത് 1ാം നിരക്കാരാണ്. പ്രതികരിക്കാനോ വേണ്ടയോ? പ്രതികരിക്കുന്ന സമയത്ത് കാറ്റ് വീശുന്നത് കിഴക്കോട്ടാണോ തെക്കോട്ടാണോ? പ്രതികരണം ആരെയെല്ലാം സ്പർശിക്കും? ആർക്കെങ്കിലും അനിഷ്ടമുണ്ടാകുമോ? തങ്ങളുടെ ഇമേജിന് എന്തെങ്കിലും കോട്ടം തട്ടുമോ? ഇങ്ങനെയെല്ലാം ആലോചിച്ച് വളരെ വൈകി എന്തെങ്കിലും വിഡ്ഢിത്തം വിളമ്പിയാലായി, ഇല്ലെങ്കിലുമായി.
കാരണം അവരെല്ലാം ദേവലോകത്ത് വിരാജിക്കുന്നവരാണ്. അസുരലോകത്ത് അനിഷ്ട സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ദേവന്മാർക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. നിർബന്ധമാണെങ്കിൽ എങ്ങും തൊടാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനറിയുന്ന മഹീന്ദ്രൻ എന്ന സംവിധായകൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആൾ പോലുമല്ല. എങ്കിലും അങ്ങനെ എന്തെങ്കിലും യാദൃശ്ചികമായി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അപലപനീയമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെയൊരു പ്രതികരണം നടത്തി രക്ഷപ്പെട്ടു കളയും. പത്രവാർത്തകളിലൂടെ കണ്ണോടിക്കുന്നതിനിടയിൽ ഇതെല്ലാം അനിൽ ബാബുവിൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്നു. നയോമി വൈകിയാണ് ഉണർന്നത്. സൗദാമിനി വലിയ താല്പര്യത്തോടെ പത്രവാർത്തകൾ കാണിച്ചുവെങ്കിലും അവൾ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചതേയുള്ളൂ. എൻ്റെ ജോലി ഇന്നലെ കഴിഞ്ഞു. അതിൻ്റെ മുടിനാരി കീറി നോക്കേണ്ടത് മറ്റുള്ളവരുടെ ജോലിയാണ്. നമ്മളെന്തിനാ വെറുതെ സമയം കളയുന്നേ? നയോമി പറഞ്ഞു. 9:30 മണിയായപ്പോൾ അഷ്ടമൂർത്തിയുടെ കാർ എത്തി. അയാൾ ഉദ്ദേശിച്ചിരിക്കുന്ന യാത്രയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നയോമിക്ക് ബോധ്യപ്പെട്ടു. നയോമി അഷ്ടമൂർത്തിയെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തി. ചായ കൊടുക്കാൻ സൗദാമിനി അമ്മയോട് പറഞ്ഞ് ഏർപ്പാടാക്കി. അയാളെന്താ പിന്നെ വന്നത്? സൗദാമിനിയമ്മ ചോദിച്ചു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മതിയോ ആ മനുഷ്യനെ? എന്തിനാ വന്നതെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇന്നൊരു യാത്ര പോകണമെന്ന് പറഞ്ഞു. എങ്ങോട്ടാ? ഏന്തയാർ. അതെവിടെയാ? മുണ്ടക്കയത്തിനപ്പുറം. മുണ്ടക്കയം? അത് കാഞ്ഞിരപ്പള്ളിക്കപ്പുറം. എന്തിനാ പോണേ? എപ്പോൾ വരും എന്നൊക്കെ നീ അനിലിനോടും കൂടി പറഞ്ഞിട്ട് പോണേ. അവനെ അവഗണിക്കുന്നത് അവന് വലിയ വിഷമമാണ്. മുമ്പ് നീ അവനെ അവഗണനയാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോഴും അവൻ അത് തന്നെ. ഞാൻ പറഞ്ഞോളാം. കുളിച്ചൊരുങ്ങി വേഷം മാറി വന്ന ശേഷമാണ് നയോമി അനിലിനെ സമീപിച്ച് വിവരം പറഞ്ഞത്. നീ തന്നെ തീരുമാനിച്ചതല്ലേ പോകാൻ? നിനക്ക് ആരുടെ അനുവാദം വേണ്ട. എല്ലാം സ്വന്തമായിട്ട് ആലോചിച്ച് നിശ്ചയിച്ചുറപ്പിച്ച് ചെയ്യുന്നു. പിന്നെ എന്തിനാ എന്നോട് ഈ ഭംഗിവാക്ക് പറയുന്നേ? അമ്മ പറഞ്ഞു അനിലേട്ടനോട് പറയണമെന്ന്. അനിലേട്ടനെ അവഗണിച്ച പോലെ തോന്നിക്കരുതെന്ന്. ഇത് അവഗണനയല്ലേ നയോമി? നീ ഏന്തയാറിന് പോകാൻ സ്വയമേ തീരുമാനിച്ചു. എന്നോട് ആലോചിച്ചോ? ഇല്ല. ഞാൻ ആരാ? ഞാൻ പോകണ്ടെന്നാണോ? പോകണ്ടെന്നല്ല. അതിനു മുമ്പ് എന്നോട് അഭിപ്രായം ചോദിക്കണ്ടേ? ചോദിച്ചാൽ പോകണ്ടെന്ന് പറയോ? ഇല്ല. പോകേണ്ടതാണെങ്കിൽ പോവുക തന്നെ വേണം. അതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഇല്ല. അഷ്ടമൂർത്തി അങ്കിൾ മുത്തച്ഛൻ്റെ ഓപ്പറേഷന് പണം തന്ന് സഹായിച്ചു. ആരോടും ആലോചിച്ചില്ല. ആരും പരാതി പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ മുത്തച്ഛനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി തന്നത് അങ്കിളാണ്. ആർക്കും പരാതിയില്ല. ഇന്നലെ എനിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ പോലീസിൽ അറിയിച്ച് എന്നെ രക്ഷിച്ചതും ഇവിടെ കൊണ്ടുവന്ന് വിട്ടതും അങ്കിളാണ്. അതിനും പരാതിയില്ല. എന്താ അതിനർത്ഥം? ഇങ്ങോട്ട് കിട്ടുന്ന സഹായമാണെങ്കിൽ ഒന്നും ആരോടും ആലോചിക്കുകയേ വേണ്ട. അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനാണെങ്കിൽ ആലോചിക്കണം. സമ്മതം വാങ്ങണം. കയ്യൊപ്പ് പതിപ്പിക്കണം. ഇതൊക്കെയാണോ ശരിക്കുള്ള ശരി? അനിൽ ബാബുവിന് മറുപടിയില്ല. ആരോടും പറയാതെ ഞാൻ എങ്ങോട്ട് പോയിട്ടില്ല. തിരിച്ചു വരുമോ? അതറിയില്ല. ചിലപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. ഏന്തയാറിലേക്ക് കുറേ ദൂരമുണ്ടെന്നാണ് അഷ്ടമൂർത്തി അങ്കിൾ പറഞ്ഞത്. ഇങ്ങനെയൊരു യാത്രയുടെ ഉദ്ദേശം എന്താണ്? എനിക്കൊരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു. അവൾ പഠിച്ചതും വളർന്നതും അവിടെയാണ്. അതെനിക്ക് കാട്ടിത്തരണം എന്ന് അങ്കിളിന് നിർബന്ധം. എന്നാൽ പിന്നെ മിന്നുമോളെ കൂടി കൊണ്ടുപോ. നീ ഈയിടെ അവളെ തീരെ ശ്രദ്ധിക്കുന്നില്ല. സംഭാഷണം കേട്ടുകൊണ്ട് നിന്ന സൗദാമിനിയമ്മ പറഞ്ഞു. അവൾ എൻ്റെ കൂടെ വരുമോ? നിൻ്റെ കൂടെയല്ലാതെ പിന്നെ അവൾ ആരുടെ കൂടെയാണ് വരിക? നീയല്ലേ അവളുടെ അമ്മ. യാത്രക്കിടയിൽ കരഞ്ഞ് ബഹളമുണ്ടാക്കുമോ എന്നാ പേടി. അവൾ കരഞ്ഞാൽ ആരാ ആശ്വസിപ്പിക്കേണ്ടത്? നീ തന്നെ. നീ എന്താ അന്യയെ പോലെ സംസാരിക്കുന്നേ? എനിക്ക് മടിയൊന്നുമില്ല കൊണ്ടുപോകാൻ. ഇനി ഒരുക്കി എടുക്കണ്ടേ? നീ റെഡിയാകുമ്പോഴേക്കും ഞാൻ അവളെ ഒരുക്കിക്കോളാം. താമസിക്കുമോ? അങ്കിൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഒന്ന് മേല് കഴുകിച്ച് ഒരു ഫ്രോക്ക് എടുത്തിട്ട് കൊടുത്താൽ പോരെ? മുടിയും ചെയ്യണം, അത്ര തന്നെ. സൗദാമിനിയമ്മ പറഞ്ഞു. ഒരു തണുത്ത മോളലിൽ നയോമി തൻ്റെ സമ്മതം അടയാളപ്പെടുത്തി. അമ്മയോടൊപ്പം യാത്ര പോവുകയാണെന്ന് കേട്ടപ്പോൾ മിന്നുമോൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അവൾ തുള്ളിച്ചാട്ടം തുടങ്ങി. സൗദാമിനിയമ്മ അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. നയോമി അനിലിനോട് പരിഭവം പറഞ്ഞു. നയോമി, അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? മിന്നുമോളെ ആര് നോക്കും? അല്ലെങ്കിൽ അവളെയും കൊണ്ടുപോകണം. കുട്ടികളെ അങ്ങനെ അടിക്കടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എന്തെങ്കിലും അസുഖം പിടിക്കും. പൂങ്കാവനമൊന്നുമല്ലല്ലോ അത്. രോഗികളും രോഗാണുക്കളുള്ള സ്ഥലമല്ലേ? അനിൽ ബാബു പറഞ്ഞു. നയോമി അഷ്ടമൂർത്തിയുടെ അരികെ ചെന്നു. അമ്മ പറഞ്ഞു മോളെ കൂടി കൊണ്ടുപോകാൻ. ശല്യമാകുമോ? എന്തു ശല്യം? നയോമിയുടെ മോളല്ലേ, അവളും കൂടിയുള്ളതല്ലേ സന്തോഷം. അഷ്ടമൂർത്തി പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ സൗദാമിനിയമ്മ മിന്നുമോളെ ഒരുക്കി. അവളുടെ ഡ്രസ്സ് അടങ്ങിയ ഒരു കിറ്റും കൂടി നയോമിയെ ഏൽപ്പിച്ചു. മുണ്ടക്കയം കൂട്ടിക്കൽ വഴി കാർ ഏന്തയാർ ലക്ഷ്യം വെച്ച് ഓടിക്കൊണ്ടിരുന്നു. മിന്നുമോൾ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്നു പുറം കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ജനാല തുറന്നു കൊടുക്കുമോ എന്ന് അഷ്ടമൂർത്തിയോട് അവൾ ചോദിച്ചു. അഷ്ടമൂർത്തി ജനാല തുറന്നപ്പോൾ കാറിലെ AC യേക്കാൾ കുളിർമയുള്ള വായു അകത്തേക്ക് കയറി.
NDR ടൗണിൽ എത്തിയ ശേഷം കാർ കുട്ടിക്കൽ എറണാകുളം റോഡിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് മുക്കുളം റോഡിലെത്തി. കുറച്ചു ദൂരം പോയപ്പോൾ മണിമലയാർ ദൃശ്യം കാണായി. റോഡിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കാർ അഴികളിൽ വെള്ള പെയിൻ്റടിച്ച തുറന്നു കിടക്കുന്ന ഗേറ്റിലൂടെ വാഗപ്പൂക്കൾ വീണുകിടന്ന മുറ്റത്തേക്ക് പ്രവേശിച്ചു. കാർ നിർത്തിയിട്ട് അഷ്ടമൂർത്തി ആദ്യം ഇറങ്ങി. നയോമി ഇറങ്ങാൻ മടിച്ചിരിക്കുന്നത് കണ്ട് അയാൾ പറഞ്ഞു, "ഇറങ്ങു നയോമി." മിന്നുമോളെ അഷ്ടമൂർത്തി എടുത്തിറക്കി. വരാന്തയ്ക്ക് അരഭിത്തിയും അതിനു മീതെ ചതുരക്കളങ്ങൾ പോലെ കാണപ്പെട്ട കണ്ണാടി ജനലുകളുമുള്ള ആസ്പെറ്റോസ് ഷീറ്റ് മേഞ്ഞ വീട്. അതിൻ്റെ വാതിൽ തുറന്ന് മധ്യവയസ്സു കഴിഞ്ഞ ഒരു സ്ത്രീ കണ്ണട നേരെ പിടിച്ചു വെച്ച് നോക്കി. നയോമി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് അവർ ഒരു നിമിഷം നടുങ്ങിത്തെറിച്ചു നിന്നു. അടുത്ത നിമിഷം അവർ മോഹാലസ്യപ്പെട്ടു വീണു.